രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീത രാത്രിയിൽ അതിശക്തമായ ദൈവവചന ഘോഷണം കേൾക്കേണ്ടതിന് ആഗതരായ ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠ വിരുന്നിലേക്ക് സകല മാധ്യമങ്ങൾ വഴി ശ്രവിക്കുന്ന ഏവർക്കും സ്വാഗതവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വലിയൊരു വിഷയത്തിൻ്റെ അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാത്താൻ്റെ 4 വിധ പതനങ്ങളും 6 ഘട്ടങ്ങളും സാത്താന് വേണ്ടി ദൈവം സജ്ജമാക്കിയ നിത്യതയുമാണ് നമ്മുടെ വിഷയം. നിത്യത മുതൽ നിത്യത വരെയുള്ള എന്ന വിഷയത്തിൽ ഒരു ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അകത്തേക്ക് നമ്മൾ ഓരോന്നോരോന്നായി ഇറങ്ങുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിത് വായിച്ചു കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. The 4 falls of Satan, the 6 stages and the eternity that has been set. സാത്താന്റെ 4 വിധ പതനങ്ങളും 6 ഘട്ടങ്ങളും സജ്ജമാക്കിയ നിത്യതയും. സാത്താൻ വെട്ടേറ്റു വീണു എന്ന വാക്ക് യെശയ്യാവ് 14:12 കാണാം. അത് ബൃഹത്തായ ചിന്ത ലോകത്തിൽ വരുത്തിയിട്ടുണ്ട്. വിശാലമായ ഈ പഠനത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ ഒരു പതനം മാത്രമല്ല സത്യത്തിൽ ബൈബിൾ പറയുന്നത്. ആദ്യത്തെ പതനം എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ആ 4 പതനങ്ങളും 6 ഘട്ടങ്ങളും നിത്യതയും പഠിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്. ആ ഒന്നാമത്തെ സ്റ്റേജ് സംബന്ധിച്ച് ഒരു രത്നം ചുരുക്കം ഈ സ്ലൈഡിൽ നമുക്ക് ലഭിക്കും. വായിച്ചാട്ടെ മോളെ. First stage, perfect period, innocent time. A, residence was Eden. B, reigning was Sion. C, journey in the midst of stones fire. ഇവിടെ പ്രത്യേകമായ 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ് നമ്മൾ. ഒന്ന്, അവന് വസിക്കുവാൻ താമസിക്കുവാൻ ദൈവം കൊടുത്തത് ഏദനാണ്, സ്വർഗമല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. 2, വാഴുവാൻ കൊടുത്തിരിക്കുന്നത് സ്വർഗമല്ല, പ്രത്യുത സയോനാണ്, സിയോൻ ആണ്. 3, യാത്രയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് അഗ്നിമയ രഥങ്ങളുടെ മധ്യേ എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വന്നപ്പോൾ അങ്ങനെയല്ല. അത് ഒന്ന് വായിച്ചേ മോളെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അഗ്നിമയ രഥം എന്നല്ല കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. വിശാലമായി നമുക്ക് അതിൻ്റെ ഒറിജിനൽ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ആദ്യത്തെ ഘട്ടം ഏതാണ്, ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? അത് നിഷ്കളങ്കമായ കാലമാണ്. അവൻ്റെ നീതി പുലർത്തിയ കാലമാണ്, അനീതി ഇല്ലാത്ത സമയമാണ്. ആ ടൈമിനെ കുറിച്ചാണ് യെഹെസ്കേൽ പ്രവചനം വിശാലമായി നമുക്ക് അറിവ് തരുന്നത്. അത് എല്ലാവരുടെയും അറിവിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി നമ്മളത് പഠിച്ചതാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോകണം. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ ഓർക്കാൻ വേണ്ടി ഇവിടെ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരികയാണ്. വായിക്കാം. ഒന്നാം പതനം സംബന്ധിച്ച് ഇപ്പോൾ വായിച്ചു കേൾക്കാം. First fall, cast down from the holy mountain of God. ഒന്നാം പതനം വിശുദ്ധ ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളി. ആദ്യം അവനെ തള്ളിയത് സ്വർഗത്തിൽ നിന്നല്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. സ്വർഗത്തിൽ നിന്നല്ല അവനെ തള്ളിയിരിക്കുന്നത്. കൃത്യമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, വിശുദ്ധ ദൈവ പർവ്വതത്തിൽ നിന്നാണ്. അത് 7 തവണ ബൈബിളിലുണ്ട് എന്ന കാര്യം അറിയുക. ആ പർവ്വതത്തിൻ്റെ പേരാണ് സയോൻ. ഹോളി മൗണ്ടൻ ഓഫ് ഗോഡ് ഈസ് സയോൻ എന്നാണ്. ഇനി അടുത്ത ഒന്നാം ഘട്ടമാണ് ഇവിടെ പഠിക്കുക. അപ്പോൾ ഒന്നാം പതനം, ഒന്നാം ഘട്ടം, ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമുക്ക് ഒന്നിച്ച് ഒന്ന് കാണാം. വായിച്ചാട്ട്. First stage, perfect period, Ezekiel 28 verse. ഒന്നാം ഘട്ടം അരുണോദയ പുത്രന്റെ നിഷ്കളങ്ക കാലം. അരുണോദയ പുത്രൻ എന്നാണ് ടൈറ്റിൽ വിളിച്ചിരിക്കുന്നത്. ആ ടൈറ്റിലിൻ്റെ വിശദീകരണം നമ്മൾ കണ്ടു. അതായത് പ്രകാശം വഹിക്കുന്നവനാണ്
അവൻ്റെ ആ കാലഘട്ടത്തിൽ അവൻ പ്രകാശം വഹിക്കുന്നവനായിരുന്നു. അതിന് ഹീബ്രു, അതിൻ്റെ ലാറ്റിൻ പദം ലൂസിഫർ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്നാണ് അവനെ തള്ളിയത്. അത് നിഷ്കളങ്ക കാലത്തിൻ്റെ സമാപന സമയത്താണ്. അപ്പോൾ ഒന്നാം സ്റ്റേജ് എന്ന് പറയുന്നത് നിഷ്കളങ്ക കാലമാണ്. ഒന്നാം പതനം എന്ന് പറയുന്നത് വിശുദ്ധ പർവ്വതമായ സിയോനിൽ നിന്ന് അവനെ തള്ളിയതാണ്. ഈ അറിവ് ആദ്യം ഉണ്ടാകണം. അപ്പോൾ ഒന്നാം പതനവും ഒന്നാം ഘട്ടവും നമ്മളിപ്പോൾ കണ്ടു എന്ന കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ് അതായിരുന്നുവല്ലോ. നമുക്ക് മുമ്പോട്ട് പോകണം. അല്പം ആഴങ്ങളിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് ഒന്നിച്ച് നമ്മളൊന്ന് വായിക്കണം. വായിച്ചാട്ടെ. Isaiah 14 verses 9 to 13. The song sung by the inhabitants of the underworld when the son of the morning goes to the underworld. അരുണോദയപുത്രൻ പാതാളത്തിൽ ചെല്ലുമ്പോൾ പാതാളവാസികൾ പാടുന്ന പാട്ട്. ഒത്തിരി പേര് തെറ്റിദ്ധരിച്ച ഒരു അധ്യായമാണ് യെശയ്യാ പുസ്തകം 14-ാം അധ്യായം. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് 14:9 മുതൽ 13 വരെ നമ്മൾ താൽക്കാലികമായി ഇത് വായിച്ചേ പറ്റൂ. വായിക്കുമ്പോൾ ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. അവിടെ വളരെ വ്യക്തമായ ചില അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് 14-ാം അധ്യായം 9 മുതൽ 13 വരെ എപ്സിബ ഇപ്പോൾ വായിക്കും. യെശയ്യാവ് 14-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യം. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം ഇളകിയിരിക്കുന്നു. താഴെ ചൊല്ലി പാതാളം നിന്റെ നിമിത്തം എന്ന വാക്ക് ശ്രദ്ധിക്കുക. അപ്പം ഇവൻ പോകുന്നത് എവിടേക്കാണ്? 14-ാം അധ്യായത്തിലെ വാക്യം പാതാളത്തിലെ കാര്യമാണ്. അവൻ ഭൂമിയിലേക്ക് വരുന്ന കാര്യമല്ല. 14-ാം അധ്യായത്തിൽ പാതാളത്തിൽ അവൻ ചെല്ലുമ്പോൾ പാതാളവാസികളുമായിട്ടുള്ള ബന്ധത്തിൽ കേൾക്കാം നമുക്ക്. അടുത്തത്, അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പാതാളത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇവൻ എന്ന് പാതാളത്തിൽ ചെല്ലുന്നുവോ അന്ന് പാതാളവാസികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ 14:9 മുതലുള്ള വിഷയം പാതാളത്തിൽ ചെല്ലുമ്പോഴുള്ള പാതാളവാസികൾ പറയുന്ന കാര്യങ്ങളാണ്. വായിക്കാം. പാതാളവാസികൾ എന്തൊക്കെയാണ് പറയുന്നത്? അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ? നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? ഇവൻ പാതാളത്തിൽ ചെല്ലുമ്പോൾ അന്ന് വരെ പാതാളത്തിൽ കിടന്ന ആളുകളെല്ലാം ഇവനോട് ചോദിക്കുകയാണ്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? അപ്പം ഇവൻ ആരാണ്? ആർത്ഥത്തിൽ പാതാളത്തിൽ കിടക്കുന്ന എല്ലാവരും ഇവനെ വലിയവനായി കണ്ടതാണ്, ഉന്നതനായി കണ്ടതാണ്. ആ കാര്യം അറിഞ്ഞിരിക്കുക. അവരാണ് ഈ കാര്യം ചോദിക്കുന്നത്. വായിക്കാൻ മോളെ താഴോട്ട്. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ ആഡംബരവും ക്രിമികൾ നിർത്തി വായിക്കണേ. ഒരു വാചകം വായിച്ചു കഴിഞ്ഞിട്ട് പറയാനുണ്ട് എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ വായിക്കാവൂ. ഒന്ന് വായിച്ച്. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അവിടെ വെച്ച് പാതാളവാസികൾ പറയാണ് നിന്റെ ആഡംബരം. യെഹെസ്കേൽ 28:11 മുതലുള്ള വാക്യങ്ങളാണ് ആഡംബരം എന്നത്. വിശദമായി ആ കാര്യം നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അത് പാതാളത്തിൽ ചെന്നു. അപ്പോൾ ആഡംബരത്തോടു കൂടെ തന്നെയാണ് അവൻ പാതാളത്തിൽ ചെന്നിരിക്കുന്നത്. അടുത്തത്, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അടുത്തത്, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അപ്പോൾ ബെഡായിട്ട് പുഴു, കൃമിയായിട്ട് ബ്ലാങ്കറ്റ്, ഇത് രണ്ടും അവിടെയുണ്ട്. പിശാചിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും കേൾക്കണം. പാതാളത്തിൽ ചെല്ലുമ്പോൾ കിടക്കാൻ സ്ഥലമുണ്ട്, പുതയ്ക്കാനൊരു പുതപ്പുണ്ട്. ആ പുതപ്പെന്ന് പറയുന്നത് എന്താണ്, കിടക്ക എന്താണ് എന്ന് കൃത്യമായി എപ്സിബ വായിച്ചു തന്നു. ഓർത്തോളം, അവനെ അനുധാവനം ചെയ്താൽ, അവനെ അനുഗമിച്ചാൽ ഇത്തരം അനുഭവങ്ങളാണ് പാതാളത്തിൽ ചെല്ലുമ്പോൾ കിട്ടുക. അതും കൂടെ ഓർക്കുക. അടുത്തത്, അരുണോദയപുത്രനായ ശുക്ര. അവരാണ് ചോദിക്കുന്നത്. പാതാളത്തിലുള്ളവർ ഇവൻ പാതാളത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? അപ്പൊ എവിടെ വെച്ചാണ് ഈ ചോദ്യം? പാതാളത്തിൽ ചെല്ലുമ്പോൾ പാതാളത്തിൽ ഇരിക്കുന്ന പാതാളവാസികൾ ചോദിക്കുകയാണ്, നീ എങ്ങനെ നിലത്ത് വീണു?
അപ്പം ആദ്യം വെട്ടേറ്റിട്ട് അവൻ നിലത്ത് വീഴണം. അത് ചോദിക്കുന്നത് ആരാ? പാതാളവാസികളാണ്. പാതാളത്തിലുള്ള പ്രിയപ്പെട്ടവരാണ് ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് പൊന്നുമോനെ നിലത്തേക്ക് വെട്ടേറ്റ് വീണത്? അടുത്ത ചോദ്യം കൂടെ വായിക്കാം. വായിച്ചേ അടുത്തത്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അതാണ് അറിയേണ്ടത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഇതറിയണമെങ്കിൽ കൃത്യമായി ആദ്യമേ ഞാൻ പറഞ്ഞു, രണ്ടാം ഘട്ടം കൃത്യമായി നിങ്ങളെ ഓർമ്മിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം ഇവൻ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് തള്ളപ്പെടണം. വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഉള്ള വിഷയം എന്ന് പറയുന്നത് അവൻ അടുത്ത പ്രഖ്യാപനങ്ങൾ പറഞ്ഞതാണ്. 5 പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇനി ചിന്തിക്കേണ്ടത്. ഇതുവരെ വായിച്ചതെല്ലാം എന്താണ് അവൻ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ എന്നറിയുക. വായിക്കാം. വെളിപ്പാട് 12:7-8 വായിച്ചിട്ട് ഞാൻ ഒന്ന് പറയാം ചില കാര്യങ്ങൾ. വെളിപ്പാട് 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ മഹാസർപ്പത്തോട് പടവെട്ടി. മതി. തന്റെ ദൂതന്മാർ. പിശാച് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെ എന്ന ചോദ്യമാണ് വലിയ കാര്യം. പിശാച് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെ? നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോസ്തലനായ യോഹന്നാൻ AD 95-96 കാലഘട്ടങ്ങളിൽ പത്മോസിൽ വെച്ച് വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ കണ്ട കാഴ്ച, യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു ദൂതൻ വഴി. ആ കാര്യമാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അത് AD 90 ശേഷമാണ്. AD 90 ശേഷമാണ്. അങ്ങനെയെങ്കിൽ AD 90 ശേഷം അവൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പോരാ, ഇനി 7-8 ഒന്നിച്ച് വായിക്കുമോളെ. വായിച്ചു കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. അതെപ്പോഴാണെന്ന് ഞാൻ കൃത്യമായി പറയാം ഇപ്പോഴേ തന്നെ. വെളിപ്പാട് പുസ്തകം ഞാൻ 248 ക്ലാസ്സാണ് ഡൽഹി ബൈബിൾ സെമിനാരിൽ പഠിപ്പിച്ചത്. അന്ന് പഠിപ്പിച്ചോളം ഇതിന് വിശദാംശങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോഴാണ് ഈ കാര്യം ഉണ്ടാകുന്നത്. 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോഴാണ്. എല്ലാവരും അറിയുക, ആദ്യം 7 മുദ്ര പൊട്ടിക്കും. 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് 7 ദൂതന്മാർ കാഹളങ്ങളുമായി വരുന്നത്. അതിൽ 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്ത്, ആ കാലം ഏതാ? വെളിപ്പാട് 3:10, 7:14 അനുസരിച്ച് അവർ ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷാകാലം എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പരീക്ഷാകാലത്തിലുള്ള തിലിപ്സിസ് മെഗാലിസ് അഥവാ ബീഭത്സമായ കഷ്ടകം, ആ കഷ്ടത്തിൻ്റെ സമയത്താണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ചാണ് യുദ്ധം ഉണ്ടാകുന്നത്. പരീക്ഷാകാലം എന്ന് പറയുന്നത് വിശുദ്ധന്മാർ ഇവിടുന്ന് പറന്നുപോയ ശേഷമാണ് എന്ന് തെളിയിച്ചിരുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ വിശുദ്ധന്മാർ ഇവിടുന്ന് പറന്നുപോയ ശേഷം, കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ ദൂതൻ ഊതുന്ന ടൈമിലെ കാര്യമാണെങ്കിൽ ഏകദേശം 1260 ദിവസം തീരുമ്പോഴാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അവിടുന്നാണ് ഈ കാര്യം കേൾക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിലാണ് ഇവൻ, നിത്യമായ സ്വർഗങ്ങളിലല്ല എന്നറിഞ്ഞിരിക്കണം. ഇപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു എന്ന് കൃത്യമാണ്. സൃഷ്ടിക്കപ്പെട്ട സ്വർഗങ്ങളിൽ അവനുണ്ട്. ഇനിയും തെളിവുകളുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി ഈ കാര്യം നിങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട സ്വർഗങ്ങളിൽ അവനുണ്ട് എന്ന കാര്യം സംശയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നെഹമ്യ 9:6 വായിപ്പിക്കുന്നില്ല. എബ്രായ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും എന്നാണ് ശരി. നിർമ്മിക്കപ്പെട്ട സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. അവിടെ അസീത്ത എന്ന എബ്രായ പദമാണ്, ബഴ എന്ന എബ്രായ പദമല്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഉൽപ്പത്തി 1:1 പറയുന്ന ബഴ എന്ന പദമല്ല അവിടെ ഉപയോഗിച്ചുള്ളത്. അസീത്ത എന്ന പദമാണ്. അത് നിർമ്മിക്കപ്പെട്ടതാണ്, മെയ്ഡാണ് എന്നത് കൃത്യമായി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. ഞാൻ മുമ്പോട്ട് പോകുന്നു. 5 പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണ്?
വായിക്കാം മോളെ 13-14 വാക്യങ്ങൾ. ഈ ബോർഡിൽ നോക്കിയാൽ വാക്യങ്ങൾ കൃത്യമായിട്ട് കാണാം. ടൈ കളയല്ലേ, വായിച്ചാട്ടെ. യെശയ്യാവ് 14:13-14 വാക്യങ്ങൾ. ഓക്കെ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. മതി. മോളൊന്ന് വായിച്ച മോളെ ഇംഗ്ലീഷ്. Isaiah 40:40. ഇവിടെ എഴുതിയത് മാത്രം. after 5 5 പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് അവൻ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നതെന്ന് അവിടെ കാണാൻ കഴിയും. ഏതാണ് പ്രഖ്യാപനം? ഒന്നാമത്തെ പ്രഖ്യാപനം, A, I will ascend into heaven. ഞാൻ സ്വർഗത്തിൽ കയറും. വിശുദ്ധ പർവ്വതമായ സിയോനിൽ നിന്ന് അവനെ നിഷ്കളങ്ക കാലഘട്ടം കഴിഞ്ഞ് പാപം ചെയ്തപ്പോൾ തള്ളിവിട്ടതിനാൽ അവൻ പ്രഖ്യാപിച്ചു, ഞാൻ സ്വർഗത്തിൽ കയറും. ഇപ്പോൾ അവൻ സ്വർഗത്തിലുണ്ട്. അവൻ സ്വർഗത്തിൽ കയറി എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. അതാണ് പല വാക്യങ്ങൾ പറയുന്നത്. വെളിപ്പാട് 17, 12, 7, 8 ഒക്കെ ആ വാക്യങ്ങളാണ്. ഇപ്പോൾ അവൻ സ്വർഗത്തിലുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അവൻ സ്വർഗത്തിലുണ്ട്. ഏത് സ്വർഗമാണ് ഞാൻ എടുത്തു പറഞ്ഞു? നിത്യമായ സ്വർഗങ്ങളല്ല, സൃഷ്ടിക്കപ്പെട്ട അഥവാ നിർമ്മിക്കപ്പെട്ട സ്വർഗങ്ങളാണ്. വായിക്കാം. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞത് എന്താന്ന്? എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. B, I will exalt my throne above the stars of God. ആ വാക്യം നമ്മൾ ഒന്നിച്ചൊന്ന് കാണണം. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവം സൃഷ്ടിച്ച നക്ഷത്രങ്ങളുടെ മീതെ പ്രോഗ്രാമുണ്ടോ? ഇവിടെയാണ് നാസ പറയുന്ന, യുക്വിലെ സയൻസ് അക്കാദമി പറയുന്ന, നമ്മുടെ ISRO ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഞാൻ ഇപ്പോൾ ഇതെടുക്കുന്നില്ല, കാരണം നമ്മുടെ ഒരു പോയിന്റ് തീരാത്തതുകൊണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്ന് പറയുമ്പോൾ ഒരു വാക്യം നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. ഐഷ്യ ചാപ്റ്റർ 13 വേഴ്സ് 10. ഒരു വാക്യം മാത്രം മോളൊന്ന് വായിച്ചേൻ. ഐഷ്യ 13 വേഴ്സ് 10. നിങ്ങൾ എല്ലാവരും അതൊന്ന് കേൾക്കണം കേട്ടോ. നിർത്തി വായിക്കാൻ മോളെ നമുക്ക്. Isaiah chapter 13 verses 10. For the stars of heaven and the constellations thereof shall not give their light. അതൊന്നോട് വായിച്ചേ. For the stars of heaven. Stars of heaven. Stars of heaven. സ്വർഗത്തിലെ നക്ഷത്രങ്ങൾ. കഴിഞ്ഞിട്ടില്ല, അടുത്ത് വായിച്ചേ. And the constellations. കോൺസ്റ്റലേഷനെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സയൻസ് അല്ല, ബൈബിളാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്നിപ്പോൾ 88 കോൺസ്റ്റലേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും മിനിമം. ആ സംഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാനല്ല. അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഈ പ്രവചനങ്ങളൊക്കെ എത്ര മാധുര്യമാണ്, എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റലേഷനെ കുറിച്ച് ഇവിടെ നാസ പറയുന്നതിനൊക്കെ മുമ്പ് കൃത്യമായി ബൈബിൾ എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ. അപ്പോൾ സ്റ്റാർസ് ഓഫ് ഹെവൻ അത് വേറെയാണ്, കോൺസ്റ്റലേഷൻസ് വേറെയാണ്. ഇങ്ങനെ വേർതിരിച്ച് പഠിക്കേണ്ടതാണ് കോസ്മോസിനെ കുറിച്ചുള്ള വേദപുസ്തക വിജ്ഞാന പുൾപിറ്റ്. അത് വളരെ വലുതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ വേദപുസ്തകം പറയുന്ന പ്രപഞ്ചം ഏത് എന്നൊരു ഭാഗം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് നിശ്ചയമായിട്ട് കേൾക്കാനുള്ള അവസരം ഒരുക്കും. നമുക്ക് അവിടെ മുമ്പോട്ട് പോകാം. അപ്പം ഇവൻ എന്തൊക്കെ പ്രഖ്യാപിച്ചത്? ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. അപ്പം അവിടെ എന്താ ഉള്ളത് എന്ന കാര്യം നമുക്ക് പിന്നാലെ പഠിപ്പിക്കാം. അത് ബൈബിളിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അടുത്തത്, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. മൂന്നാമത്തേതാണ്, മോള് വായിച്ചാട്ടെ. I will sit also upon the mount of the congregation in the sides. മൗണ്ട് ഓഫ് ദ കോൺഗ്രിഗേഷൻ. അതും ബൈബിളിൽ നിന്ന് ഭംഗിയായി പഠിക്കാൻ പറ്റും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക. യെശയ്യാ പുസ്തകത്തിൻ്റെ പ്രവചനം ഞാനിവിടെ കമൻട്രി എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചാട്ടെ, ആരും തെറ്റിദ്ധരിക്കരുതേ. 16 വർഷം കൊണ്ട് കൃപയാൽ എഴുതിയ 704 പേജുള്ള ഒരു ബുക്കാണിത്. ഇത് കമൻട്രിയാണ്, ഫുൾ കമൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആവോളത്തോളം അതിനകത്ത് അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം നമുക്ക് വിശദമായി പഠിക്കാൻ പറ്റും. ഒരേ ഒരു ചോദ്യം,
ഇങ്ങനെയുള്ള വലിയ അഹങ്കാര ശബ്ദം സിയോൻ പർവ്വതത്തിൽ നിന്ന് അവൻ തള്ളപ്പെട്ടപ്പോൾ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപിച്ച ശേഷം അവൻ അവിടെയൊക്കെ പോയി ഇരിക്കാൻ ശ്രമിച്ചു. ഇതാണ് വലിയ കാര്യം. അടുത്തത് 4-ാമത്തെ കാര്യം, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഈ വാക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരുമിച്ച് ശ്രദ്ധിക്കണം. D. I will ascend above the heights of the clouds. ഇവിടെ ക്ലൗഡ്സ് എന്ന പദം നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയണ്ടേ? 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന ക്ലൗഡ്സ് വേറെ, മത്തായി 24:30 പറയുന്ന ക്ലൗഡ്സ് വേറെ. ഒരു ക്ലൗഡ്സ് എന്ന് പറയുന്നത് ക്ലൗഡ്സ് ഓഫ് എയർ അല്ലെങ്കിൽ ക്ലൗഡ്സ് ഓഫ് അയേറ, ക്ലൗഡ്സ് ഓഫ് അറ്റ്മോസ്ഫറിക് റീജിയൻ ആണ്. അടുത്ത ക്ലൗഡ്സ് എന്ന് പറയുന്നത് ക്ലൗഡ്സ് ഓഫ് ഊറാനോൻ, ക്ലൗഡ്സ് ഓഫ് ഹെവൻസ് ആണ്. ഇത് രണ്ട് ക്ലൗഡ്സാണ്. ഇത് നിങ്ങൾ നാസയെ പഠിച്ചാൽ അറിയാം. നാസ ക്ലൗഡ്സിനെ കുറിച്ച് നല്ല റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് അവർ ഈ കാലത്താണ്. ഇത് പാവപ്പെട്ട ഉപദേശിമാർക്ക് ദൈവം കൊടുത്തു, അവരെ വിശ്വസിച്ചത് എഴുതി വെച്ചു. ആ വലിയ ബുക്ക് ദൈവം നമുക്ക് തന്നതിൽ കരമുയർത്തി ഒരു ഹല്ലേലൂയ അവർക്ക് പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇത്ര വലിയൊരു തിരുവെഴുത്ത് ദൈവം നമുക്ക് തന്നല്ലോ. ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 തരം ക്ലൗഡ്സ് ആണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഞാൻ 2 വാക്യങ്ങൾ ഇപ്പോൾ വായിപ്പിക്കുകയല്ല. അപ്പം ആ ക്ലൗഡ്സിൻ്റെ എല്ലാം മീതെ പോയി അവനിരിക്കും. 1 ക്ലൗഡ്സ് ഓഫ് അയേറ, 2 ക്ലൗഡ്സ് ഓഫ് ഊറാനോസ്. ഊറാനോസ് എന്ന് പറയുന്നത് സ്വർഗങ്ങൾക്ക് മീതെയുള്ള ക്ലൗഡ്സ് ആണ്. അതൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗങ്ങൾ എന്ന വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന ആകാശം എന്ന മലയാളം പദം നല്ലൊരു ശബ്ദമല്ല അവിടെ എന്ന കാര്യം അറിയണം. മോള് ഇംഗ്ലീഷിൽ മത്തായി 24:30 പകുതി വായിച്ചാൽ മതി. അവിടെ കാണാം ക്ലൗഡ്സ് ഓഫ് ഹെവൻസ് എന്ന്. Matthew 24:30. And then shall appear the sign of the Son of Man in heaven, and then shall all the tribes of earth mourn, and they shall see the Son of Man coming in the clouds of heaven. അതൊന്ന് വായിച്ചേ. ക്ലൗഡ്സ് ഓഫ് ഹെവൻ. And they shall. എന്നാൽ 1 തെസ്സലോനിക്കർ 4:16-17 ക്ലൗഡ്സ് ഓഫ് ഹെവൻ അല്ല, ക്ലൗഡ്സ് ഓഫ് അയേറയാണ് അറിഞ്ഞിരിക്കുന്നത്. 2 തരം ക്ലൗഡ്സ് ആണ്. ഇത് ശാസ്ത്രം കൃത്യമായി ഇപ്പോൾ പറയുന്നുണ്ട്. മുമ്പേ തന്നെ ഉപദേശിമാർ ഇത് എഴുതി വെച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം ഇവൻ കയറുമെന്ന് പറഞ്ഞത് എവിടെ വരെ? ഇനി ഒന്നുകൂടെ വായിക്കാം. പ്രീസ് ഗോഡ്. ഇതും കൂടെ വായിച്ചേ. ഞാൻ അത്യുന്നതനോട് സമനാകും. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇത് സത്യമാണെന്നാണ് ആമേൻ എന്ന ഇതിൻ്റെ അർത്ഥം. ഈ വചനം പറഞ്ഞ സത്യമാണ്. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഊറ്റൻ ഭാഗമാണിത്. ഞാൻ ആദ്യം ഇത് കയറുമ്പോൾ ഇംഗ്ലീഷ് വായിച്ച്. I will be like the most high. മോസ്റ്റ് ഹൈയുടെ സമത്വമാണ് അവൻ്റെ ലക്ഷ്യം. അത്യുന്നതന്റെ സമത്വമാണ് അവൻ്റെ ലക്ഷ്യം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ വലിയൊരു തിയറിയാണ്. അതെന്താണ്? 17-ാം അധ്യായം 2 കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാനുണ്ട് ഇവിടെ. അതിന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വേറൊരു ഭാഗത്ത് നിങ്ങൾക്ക് അതിന് വിശദീകരണം കിട്ടും. ദൈവത്തിൻ്റെ പുത്രൻ അവിടെ ഇരുന്നത് പിതാവിനോട് ഒപ്പമുള്ള മഹത്വത്തിലാണ്. പിതാവിനോട് ഒപ്പമുള്ള മഹത്വത്തിൽ. ഫിലിപ്പിയ ലേഖനം 2 പറയുമ്പോഴും ദൈവത്വം എന്നത് അവൻ ഉപേക്ഷിച്ച് കളഞ്ഞു. അവിടെ ഗ്രീക്ക് വാക്ക് പൊള്ളയാക്കിയെന്നാണ്. ആ വാക്ക് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. സമത്വം, ദൈവത്തോടുള്ള സമത്വം, ഈക്വാലിറ്റി വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സമത്വം അവൻ പൊള്ളയാക്കി. എന്നിട്ടാണ് വേഷത്തിൽ മനുഷ്യനായി വന്നത്. അപ്പം ആ വലിയ വലുപ്പത്തിൽ ക്രിസ്തു ഇരിക്കുമ്പോൾ അവനോടൊപ്പം ഇരിക്കണം. പിതാവിനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം. ആ വലിയ അഹങ്കാരമാണ് അവൻ്റെ ചതി. അതാണ് അവന് പറ്റിയ അബദ്ധം. ഈ 5 പ്രഖ്യാപനങ്ങളിൽ അവൻ ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നത് കറക്റ്റാണ്. അത് നമ്മൾ കണ്ടു. വെളിപ്പാട് 12:7-8. ഇനി നമ്മുടെ പതനം കൂടി നോക്കണ്ടേ. 2ാം ഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇതൊന്ന് വായിക്കാം നമുക്ക്. മക്കൾ 2 പേരും വായിച്ചാട്ടെ. The meekness of the journey of the anointed cherub in the initial before the indescribable and his punning. അധർമ്മം കണ്ടെത്തുന്നതിന് മുമ്പുള്ള പ്രാരംഭഘട്ടത്തിൽ
അഭിഷക്ത കെരൂബിന്റെ യാത്രയുടെ പ്രത്യേകതയും അവന്റെ ശിക്ഷയും വിവരണാതീതമാണ്. നമ്മുടെ വിവരണത്തിൽ ഒതുങ്ങുന്നതല്ലെങ്കിലും തിരുവെഴുത്ത് തരുന്ന വിശാല അറിവിലേക്ക് നമ്മൾ വരേണ്ടതാണ്. എന്താണ് അത് ഒന്ന് കാണണ്ടേ? അതിൻ്റെ യുണീക്നെസ് ഓഫ് ദ ജേണി എന്നത് വളരെ ചിന്താർഹമായൊരു കാര്യമാണ്. നമുക്കൊന്ന് വായിക്കാം ആ ഭാഗം. മകളൊന്ന് വായിച്ചോളൂ. Traveling facility of anointed cherub in the first stage. അവന്റെ ആദ്യഘട്ടത്തിലെ യാത്രയ്ക്ക് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാക്യസഹിതം വായിക്കാം. വാക്യം 28:14 എപ്സിബ വായിച്ചാട്ട് മലയാളത്തിൽ. യെഹെസ്കേൽ 28-ാം അധ്യായം 14-ാം വാക്യം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകും. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിച്ചു എന്നാണ്. നമുക്ക് അഗ്നിമയ രഥങ്ങൾ വീണ്ടും കാണാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ വാക്ക് അത് തന്നെയാണോ എന്ന് പരിശോധിക്കാനും പറ്റും. എലൈജ യാത്ര ചെയ്തത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കൊന്ന് കാണാം. വാക്യം വായിക്കേണ്ട, ഇവിടെയുള്ളത് വായിച്ചാൽ മതി. 2 Kings 2:11 A chariot of fire, Kebesh. അഗ്നി രഥം എന്നതിൻ്റെ എബ്രായ ശബ്ദം അതാ റെഹബ് ഏഷ് എന്ന വാക്കാണ്. അതാണ് അഗ്നിരഥം എന്നതിൻ്റെ എബ്രായ ശബ്ദം. അത് ഏലിശയോട് ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ കഴിയും. 2 Kings 6:17 Chariots of fire, Kebesh. അതാണ് അഗ്നിരഥം എന്നതിൻ്റെ എബ്രായ വാക്ക് എന്നുള്ളത് ഒറിജിനൽ അറിയാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ഒറിജിനൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി പോകുകയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ 28:14 പറഞ്ഞ അഗ്നിരഥം ഏതാണ് നമുക്ക് നോക്കാം. അഗ്നിമയ രഥത്തിന് കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചാട്ട്. തർജ്ജമ കൊടുത്തിരിക്കുന്നത് ദ സ്റ്റോൺസ് ഓഫ് ഫയർ എന്നാണ്. അബ്നിയേഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്കതിന്റെ വെർബം നോക്കാം. പ്രൈസ് ദി ലോർഡ്. അഗ്നിമയ രത്നങ്ങളുടെ മധ്യ സഞ്ചരിച്ചു എന്നാണ് വെർബ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായ പദം അതാ. രത്നങ്ങളാണ്, രഥങ്ങളല്ല. അഗ്നിമയ രത്നങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നമുക്ക് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ വായിക്കാം നമുക്ക്. Thou hast walked up and down in the midst of the stones of the fire. നിങ്ങൾ ശ്രദ്ധിക്കുക. ദ മിഡിസ്റ്റ് ഓഫ് ദ സ്റ്റോൺസ് ഓഫ് ദ ഫയർ എന്താണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അവൻ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിലല്ല യാത്ര, അഗ്നിമയ രത്നങ്ങളുടെ മധ്യത്തിലാണ് യാത്ര. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ പറ്റുമെന്ന് ഓർക്കുക. പ്രൈസ് ഗോഡ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഇവിടെ അഗ്നിമയ രത്നം എന്ന വാക്ക് പഠിക്കുമ്പോൾ ആ രത്നത്തിന് കൊടുത്തിരിക്കുന്നത് രഥം എന്നല്ല എന്നറിയാൻ ഞാനൊരു ചെറിയ വാചകം കൂടെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ. Stones of fire, 238 verses, 272 hits. 237 വാക്യങ്ങളിൽ 272 പ്രാവശ്യം കൃത്യമായി പറഞ്ഞ വാക്കാണ് ഈ സ്റ്റോൺ എന്ന യബൻ എന്ന പദം. അത് ഒരിടത്ത് പോലും രഥത്തിന് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം സങ്കല്പങ്ങളാണ് പലരും പ്രസംഗിക്കുന്നത്. ഇവിടെ സങ്കല്പമല്ല, ഇവിടെ കൃത്യമായി ഭാഗം തിരുവെടുത്തുകൊണ്ട് തിരുവെടുത്ത് തെളിയിക്കുകയാണ്. 238 വാക്യങ്ങളിൽ 272 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്കാണ് യെഹെസ്കേൽ 28:14 പറയുന്ന സ്റ്റോൺസ് എന്ന് പറഞ്ഞത്, അഥവാ രത്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തിലെ രത്നങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് എന്നെക്കാൾ അധികം. 102 സാധാരണ രത്നങ്ങളും 33 റൂബി രത്നങ്ങളുമാണ് ലോകത്തിൽ. രത്നങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഞാൻ വിടുന്ന ഭാഗം ശ്രദ്ധിക്കുക. അവൻ രത്നങ്ങളുടെ മധ്യേ, ജ്വലിക്കുന്ന രത്നങ്ങളുടെ മധ്യേ, അഗ്നി പോലെ ജ്വലിക്കുന്ന രത്നങ്ങളുടെ മധ്യയാണ് അവൻ യാത്ര ചെയ്തിരുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അത് തീയല്ല എന്നത് ഗ്രഹിക്കുക. ഇനി രണ്ടാമത്തെ പതനം എവിടെ നിന്നാണ്? ഇവിടെ നമ്മുടെ വിഷയം അതാണ്. ഒന്നാമത്തെ പതനം നമ്മൾ കണ്ടു, ഒന്നാമത്തെ ഘട്ടം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഘട്ടവും രണ്ടാമത്തെ പതനവും നമുക്ക് നോക്കാം. വായിച്ചാട്ടെ. രണ്ടാം പതനം
സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വീഴ്ച. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. രണ്ടാം പതനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് വീണത്. അവൻ വീണോ ഇല്ലയോ എന്ന കാര്യം കൃത്യമായി പറയുകയാണ്. അവൻ ഈ നിമിഷം വരെ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണിട്ടില്ല. ഹല്ലേലൂയ. തർക്കമൊന്നും വേണ്ട, തർക്കമില്ലാതെ തന്നെ ഞാൻ പറയുകയാണ്. ഈ നിമിഷം വരെ സ്വർഗത്തിൽ നിന്ന് അരുണോദയപുത്രൻ വെട്ടേറ്റ് വീണിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് 14-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. ആ ഡൗട്ട് ഇപ്പൊ തീർത്തു പോകാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട്. യെശയ്യാവ് 14-ാം അല്ല, അധ്യായം ടൈറ്റിൽ വായിച്ചില്ല. 1-ാം പതനശേഷം പിശാച് സ്വർഗത്തിൽ. എന്നിട്ട് ഇംഗ്ലീഷ് വായിച്ചിട്ട് വാക്യം വായിച്ചോളൂ. Now the 40 വാക്യങ്ങൾ വായിച്ചാട്ടെ മലയാളത്തിൽ. അരുണോദയപുത്രനായ ശുക്ര, ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു. ഈ രണ്ട് സ്ഥലത്തും പാസ്റ്റ് ടെൻസ് അല്ലേ എഴുതിയിരിക്കുന്നേ? ഭൂതകാലത്തിൽ വീണു എന്നല്ലേ എഴുതിയിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. വെട്ടേറ്റ് വീണു. എങ്ങനെ? നിലത്തിൽ വീണു. അപ്പൊ വീണു എന്ന് ഭൂതകാലത്തിൽ എഴുതിയിരിക്കെ കെ.ഒ. തോമസ് പാസ്റ്റർ പറയുക വീണിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നാ? നമുക്ക് ആ കാര്യം തെളിയിക്കണ്ടേ? 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരേണ്ടി വരും. വായിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലായേനെ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചാട്ടെ മോളെ. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനാണ്. ആരാണ് ചോദിക്കുന്നത്? പാതാളത്തിൽ ഇവൻ ചെല്ലുന്ന കാലത്ത്, അവൻ പാതാളത്തിൽ എത്തുന്ന സമയം ഏതാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു കൃത്യമായി. 7-ാം വാക്യം, ഭൂതലം മുഴുവൻ സ്വസ്ഥമായിരിക്കുന്ന സമയം. 14-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രവചനത്തിന്റെ 7 ബ്രാഞ്ചസ് നിറവേറിയ ശേഷം ആ നാളിൽ പാടുന്ന പാട്ടാണിത്. ഒന്നുകൂടെ എടുത്തു പറയുന്നു. പാതാളത്തിൽ ഇവൻ ചെല്ലും മുമ്പ് ഒരു പ്രവചനത്തിന്റെ 7 ബ്രാഞ്ചസ് നിറവേറണം. 2, ഇവൻ പാളാത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഭൂമി മുഴുവൻ സ്വസ്ഥമാകുകയാണ്. ഭൂമി മുഴുവൻ സ്വസ്ഥമാകും. 14:7 വായിച്ച് ഈ പറഞ്ഞത് ഭംഗിയായിട്ട് ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും. സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അവർ ആർത്തു പാടുന്നു. അവർ ആർത്ത് പാടുകയാണ്. കാരണം എന്താ? ഇവൻ വെട്ടേറ്റ് നിലത്ത് വീണു. നിലത്ത് നിന്ന് അവൻ പാതാളത്തിൽ ചെന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൽ അവൻ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ പൊന്നുമോനെ, നീ എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണേ? നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ഭൂതകാലത്തിലല്ല, അവൻ പാതാളത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണിത്. അല്ലാതെ ഇപ്പം നടന്നിട്ടില്ല എന്ന കാര്യം സധൈര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. 12-7 മുതൽ 10 വരെ പഠിച്ചാൽ കൃത്യമായി അറിയേണ്ട ഒരു കാര്യം, 7-ാമത്തെ ദൂതൻ ഊതി തീരുമ്പോൾ കൃത്യമായി പറയുകയാണ്, മീഖായേലും സൈന്യവും പിശാചിനോടും സൈന്യത്തോടും സ്വർഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ നിന്നാണ് അവനെ തള്ളിക്കളയുന്നത്. സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുന്നത് വെളിപ്പാട് 17-ലാണ് കിടക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ അവൻ എപ്പോഴാണ് പാതാളത്തിൽ ചെല്ലുന്നത്? വെളിപ്പാട് 20-ാം അധ്യായത്തിലാണ് അവൻ പാതാളത്തിൽ ചെല്ലുന്നത്. അപ്പം വെളിപ്പാട് 20-ാം അധ്യായത്തിലെ പാതാളത്തിൽ അവൻ ചെല്ലുന്ന ടൈമിൽ ചോദിക്കുകയാണ് പാതാളവാസികൾ, എങ്ങനാ മോനെ നീ നിലത്തേക്ക് വെട്ടേറ്റ് വീണത്? അപ്പം ഇതുവരെ അവൻ വെട്ടേറ്റ് വീണിട്ടില്ല എന്ന കാര്യം കൃത്യമായി എല്ലാവരും അറിയണം എന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായി ബൈബിൾ പറയുന്നു. ഇനി നമുക്കിതൊന്ന് വായിക്കാം. സ്വർഗത്തിൽ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്നത് വരെ അവനുണ്ടായിരിക്കും. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്നത് വരെ അവൻ സ്വർഗത്തിലുണ്ടായിരിക്കും. ആ ദൂതൻ ഊതിക്കഴിയുമ്പോഴാണ് അവൻ വീഴുന്നത്, തള്ളിയിടുന്നത്. അതിന് പശ്ചാത്തലം കൂടെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ 14-ാം അധ്യായം 12-ാം വാക്യം, അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുന്ന സമയമാണ് കൃത്യമായി എഴുതിയിരിക്കുന്നു. അതെപ്പോഴാണെന്ന് കളഞ്ഞു, ഇപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് വായിക്കണം. മോളൊന്ന് വായിച്ച്. The domination of the Satan, 7-10, 1 John 5 verses 19. 15-18 ആണ്
വെളിപ്പാട് 11:15 മുതൽ 18 വരെ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ ഈ ഡൗട്ട് മുഴുവൻ തീരും. നമുക്ക് വെളിപ്പാട് 11:15 മുതലൊന്ന് വായിക്കാം. ദയവായി എപ്സിബമോട് വായിച്ച്. വെളിപ്പാട് 11-ാം അധ്യായം 17 ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴാണ് എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സ്വർഗത്തിൽ ഈ ലോക രാജ്യങ്ങളുടെ ആധിപത്യം മുഴുവൻ നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും. സ്വർഗത്തിൽ വെച്ചാണ് ഇത് ഏറ്റെടുക്കുന്നത്. പിതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് ലോക രാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കുന്നത്. കിങ്ഡംസ് ഓഫ് ദിസ് വേൾഡ്, ലോക രാജ്യങ്ങളുടെ ആധിപത്യം സ്വർഗത്തിൽ വെച്ച് ഏറ്റെടുക്കും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം കർത്താവ് ചെയ്യുന്നത് 1 യോഹന്നാൻ 5:19 അനുസരിച്ച് ലോകം മുഴുവൻ ആധിപത്യം ഏറ്റെടുത്ത പിശാചിനെ അവിടുന്ന് തള്ളിയിടുകയാണ് മീഖായേലിനെയും സൈന്യത്തെ ഉപയോഗിച്ച്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വരണം. ഇവിടെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോക രാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്താൽ പിന്നെ പിശാചിനെ ലോക രാജ്യങ്ങളുടെ മൊത്തം ഭൂലോകം മുഴുവനുള്ള ആധിപത്യം ഇല്ല എന്നറിഞ്ഞിരിക്കണം. 1 യോഹന്നാൻ 5:19 ഒന്ന് വായിച്ചാൽ കുറെ കൂടെ തെളിവ് ഇവിടെ കിട്ടും. 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിലാണ് സർവ്വലോകവും. ദുഷ്ടന്റെ അധീനതയിലാണ് സർവ്വലോകവും. ആ അധീനത, ആ ആധിപത്യം എൻ്റെ കർത്താവ് ഇല്ലാതാക്കും. യേശു കർത്താവ് ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്താൽ ഇതൊരു പച്ച യാഥാർത്ഥ്യം വെളിവാക്കുന്നു. ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ആധിപത്യം ഏറ്റെടുക്കാൻ അനുവദിച്ചാൽ ദുഷ്ടനെ നമ്മുടെ ഹൃദയത്തിൽ ആധിപത്യം നടത്താൻ സാധിക്കില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും മനസ്സിലാക്കുക. ആദ്യമേ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ആധിപത്യം ഏറ്റെടുക്കുവാൻ അനുവാദം കൊടുക്കുന്നതാണ്. കർത്താവേ, നീ എന്നിൽ വാഴണമേ. യേശു വാഴാൻ അനുവദിച്ചാൽ നിന്റെ അകത്തു നിന്ന് പിശാചിന്റെ പരിപാടികളെല്ലാം യേശു മാറ്റുമെന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒരു വാക്ക് ഒന്ന് സമ്മതിച്ചാൽ, ഒരു വാക്ക് നീ മനസ്സ് വെച്ചാൽ, 1 യോഹന്നാൻ 5:40 അനുസരിച്ച് മനസ്സ് വേണമെന്നുള്ളതാണ്. ജീവൻ പ്രാപിക്കാൻ മനസ്സ് വേണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ മതസ്ഥരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സമൂഹങ്ങളും, എല്ലാ ക്രൈസ്തവ സംഘടനകളും അറിയണം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ അനുവദിക്കുന്നതാണ് പരമയാഥാർത്ഥ്യം എന്നറിഞ്ഞിരിക്കണം. അത് അനുവദിച്ചാൽ നിന്റെ മേൽ പിശാചിന് അധികാരമില്ല. കർത്താവിനെ വാഴുവാൻ അനുവദിച്ചാൽ നിന്റെ വീട്ടിനകത്ത് വലിയ വിടുതലുകൾ നടക്കും. വിചാരിക്കുന്നതിനേക്കാൾ ഏറെ വിടുതലുകൾ യേശുവിനെ വാഴാൻ അനുവദിച്ചാൽ കിട്ടും. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. 2ാമത്തെ പതനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സമയം കൃത്യം. എപ്പോഴാണ്? പരീക്ഷാകാലത്തിൽ യേശുക്രിസ്തു സ്വർഗത്തിൽ വെച്ച് ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി അവനെ തള്ളിയിടുന്നതാണ്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 12:7 മുതൽ 10 വരെ വായിക്കണം. അത് മൊത്തം വായിച്ചിട്ട് ഞാൻ പറയാം. വെളിപ്പാട് 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂമിയിലേക്ക് തള്ളി എന്നുള്ളത് ഒന്നുകൂടെ എടുത്തു വായിച്ചിട്ട് പോകണം, മുമ്പോട്ട് പോകും. ഭൂതലത്തിൽ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളി. ആമേൻ. ഒന്നുകൂടെ വായിച്ചോളും മോളെ. ആ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ.
സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അടുത്ത 10ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം മോളെ. And I heard a loud voice, now is come salvation and strength and the kingdom of our God and the power of his Christ. For the accuser of our brethren is cast down, which accused them before our God day and night. നന്നായി വായിച്ചു രണ്ടുപേരും. ഇംഗ്ലീഷ് ഒന്നുകൂടെ നിർത്തി വായിക്കണം. ഒരു പോയിന്റ് നിങ്ങളുടെ അകത്ത് വരണം. ഇപ്പോൾ കൃത്യമായിട്ട് അവിടെ കാണാം. നൗ ഈസ് കം. അവിടെ മുതൽ വായിച്ചാട്ടെ. നൗ ഈസ് കം. ഏത് നൗ ഈസ് കം? പിശാചിനെ തള്ളുന്ന ടൈമിൽ 4 കാര്യങ്ങൾ പുറത്തു വരികയാണ്. 4 കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ഏതൊക്കെയാണ്? 1 വായിച്ച മോളെ. Now is come salvation രക്ഷ. and strength. രക്ഷ. 2 സ്ട്രെങ്ത്. 3 Kingdom of our God രാജ്യം, ദൈവത്തിന്റെ രാജ്യം. 4 and the power of his Christ. ക്രിസ്തുവിന്റെ ആധിപത്യം. അവനെ തള്ളിക്കളയുമ്പോൾ ഈ 4 കാര്യങ്ങൾ ലോകത്തിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അത് മനസ്സിലായി നീ വിചാരിക്കുന്നു. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ആരെങ്കിലും യേശുവിൻ്റെ ഈ ആധിപത്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ചിന്തിക്കുക. പിശാചിന്റെ ആധിപത്യത്തോട് യാത്ര പറഞ്ഞ് ക്രിസ്തുവിന്റെ ആധിപത്യം, രക്ഷ മുതലായവ നിന്റെ ജീവിതത്തിൽ തുടരുവാൻ ഒന്നിച്ച് പറയുക, കർത്താവേ ഇത് 4 എൻ്റെ അകത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി പിശാചിന്റെ വാഴ്ച വേണ്ട, അവൻ്റെ ആധിപത്യം വേണ്ട, അവൻ്റെ തേർവാഴ്ച വേണ്ട, അവൻ തെറ്റിച്ച് കളയുന്ന പരിപാടി വേണ്ട. ആ തെറ്റിക്കുന്നത് ഇന്ന് നിർത്തണം കർത്താവേ. ക്രിസ്തുവിൻ്റെ ആധിപത്യം എന്നിൽ ആരംഭിക്കണം, ക്രിസ്തുവിൻ്റെ രക്ഷ എന്നിൽ ആരംഭിക്കണം. ഇത് പറയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ക്രിസ്തു നിന്നെ രക്ഷിക്കുന്നത് കാണാം. നീ എത്ര വലിയവനായാലും എത്ര ചെറുവിനായാലും ഏത് മതസ്ഥനായാലും ഏത് സംഘടനയിൽപ്പെട്ടവനായാലും യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കുന്നതാണ്. അവൻ 5 പ്രഖ്യാപനങ്ങളാണ് അവൻ പറഞ്ഞത്. ആ പ്രഖ്യാപനങ്ങളെല്ലാം ഇവിടെ വേരില്ലാതെയാകുകയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. പതനം എവിടെയാണ് നമ്മൾ കണ്ടു. ഞാൻ ഒന്നുകൊണ്ട് പറയുന്നു. 1ാമത്തെ പതനം വിശുദ്ധ ദൈവപർവ്വതത്തിൽ നിന്ന്, സിയോനിൽ നിന്ന് തള്ളുന്നു. 2ാമത്തെ പതനം എവിടെ വെച്ച് എപ്പോഴും നമ്മൾ പറഞ്ഞു. പരീക്ഷാകാലത്തിൽ 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്ത് സ്വർഗത്തിൽ വെച്ച് യേശു ക്രിസ്തു ലോക രാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ഈ ലോകം മുഴുവൻ സ്വാധീനം ചെലുത്തുന്ന, തെറ്റിച്ച് കളയുന്ന പിശാചിന്റെ ആധിപത്യം ഇല്ലാതാക്കുകയാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് സംഭവിക്കുക. അവിടെ നിന്നാണ് അവനെ തള്ളുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തള്ളുന്നതാണ് ഈ കാര്യം. ഇവിടെ കെരൂബിനെ കുറിച്ചൊരു വലിയ അറിവ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊന്ന് വായിക്കാം മോളെ. കെരൂബ് എന്ന പദം ഏതെല്ലാം വിധത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ പറയുന്ന ആശയം എന്താണ്? വായിച്ചാട്ടെ. 3 group of cherub. First, name of a place. Ezra 2 verses 59, Nehemiah 7 verses 61. ഒന്നാമത്തേത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ബാബിലോൺ എന്ന രാജ്യത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് കെറൂബ് എന്ന വാക്ക്. ഇതറിഞ്ഞിരിക്കണം. അപ്പൊ കെറൂബ് എന്ന് കേൾക്കുമ്പോൾ ഏതൊക്കെയാണ് ബൈബിളിൽ ഉള്ളത് എന്നറിഞ്ഞിരിക്കണ്ടേ? 2 God's army. 2 Samuel 22 verses, Psalms 99 verses 1, 18 verses 11, 80 verses 1, Isaiah 37 in 4 places. 4 സ്ഥലങ്ങളിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ 4 സ്ഥലങ്ങളിൽ ഇവരെ കാണാം. 1 ഏദൻ തോട്ടത്തിൽ, 2 സമാഗമന കൂടാരത്തിൽ, 3 യെരുശലേം ദൈവാലയത്തിൽ, 4 സ്വർഗത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 4 സ്ഥലങ്ങളിലാണ് കെറൂബിനെ കാണുന്നത്. കെറൂബുകൾ കാണുന്ന 4 സ്ഥലത്താണ്. ആ കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. കെറൂബിൻ്റെ ആകൃതി, പ്രകൃതി എല്ലാം വിശദീകരിക്കാൻ സന്തോഷമാണ്. അത് നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലല്ലോ, അതുകൊണ്ടാണ് തൊടാത്തത്. 4 സ്ഥലങ്ങളിൽ അവരെ കാണാം. ദൈവത്തിന് 11 സൈന്യങ്ങളുണ്ട്. അതിലൊരു സൈന്യത്തിൻ്റെ പേരാണ് കെറൂബീം, കെറൂബുകൾ. കെറൂബ് എന്ന വാക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 3ാമത്തെ കാര്യം ഒന്ന് വായിച്ചു മോളെ. Anointed king 28 verses 11. അഭിഷക്തനായ കെറൂബിന്റെ കാര്യം എടുത്തു പറയുന്നു. യെഹെസ്കേൽ 28-ാം അധ്യായം 11 മുതൽ 16 വരെ. അതിൽ 14-ാമത്തെ വാക്യത്തിലാണ് അഭിഷക്ത കെറൂബിനെ കാണുന്നത്. അവനെ
അവൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് തള്ളി, അവൻ്റെ പദവിയിൽ നിന്ന് തള്ളി, വിശുദ്ധ ദൈവ പർവ്വതത്തിൽ നിന്നും അവനെ തള്ളി. ഈ കാര്യം കൂടെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 3 വിധത്തിലുള്ള കെറൂബ് എന്ന വാക്ക് നമ്മുടെ പഠനം കഴിഞ്ഞല്ലോ. ഇതിൽ നമ്മുടെ വിഷയം 3ാമത്തെ കെറൂബിനെ കുറിച്ച് മാത്രമാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തൊരു ഭാഗം കൂടെ നമുക്ക് ഇവിടെ കാണേണ്ടതുണ്ട്. വായിക്കാം. God and angels in Old Testament. ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേര് പറയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ ചിലരെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, ദൂതന്മാരാണ് കെറൂബെന്ന്. അല്ല, കെറൂബ് ദൂതന്മാരല്ല എന്ന കാര്യം പച്ച യാഥാർത്ഥ്യമാണ് ബൈബിളിൽ. അത് സങ്കല്പത്തിൽ നിന്നാണ് പറയുന്നത്. ആ കാര്യം അറിഞ്ഞിരിക്കണം. ദൂതന്മാരും ദൈവവും എന്ന് പറയുന്നത് വേറൊരു പേജ്, വേറൊരു വിഷയമാണ്. ദൂതന്മാർ കെറൂബുകൾ എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമാണ്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ഒന്നല്ല എന്ന കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. അതിനാൽ കെറൂബ് വർഗത്തിൽപ്പെട്ടവനാണ് പിശാച്, കെറൂബ് വർഗത്തിൽപ്പെട്ടവനാണ് സാത്താൻ. അവൻ അഭിഷക്തനായിരുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ദൂതന്മാരിൽ ഒരാളെ പോലും അഭിഷേകം ചെയ്ത കാര്യം ബൈബിളിൽ എഴുതിയിട്ടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നല്ലോ. അപ്പം ഇത് കൃത്യമായി മനസ്സിലാക്കുക. വളരെ ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. എബ്രായ ബൈബിളിൽ 91 പ്രാവശ്യം കാണാം, 66 വാക്യങ്ങളിലായി. കെറൂബ് എന്ന വാക്ക് എബ്രായ ബൈബിളിൽ 66 വാക്യങ്ങളിൽ 91 പ്രാവശ്യമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരൊറ്റ ഇടത്തേ ഉള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന് വായിച്ച മോളെ. Ancient Old Testament, Hebrews 196 verses, 213 hits. New Testament Greek 99 verses, 99 hits. ദൂതന്മാർ എന്ന പദം എബ്രായ ബൈബിളിൽ 196 വാക്യങ്ങളിൽ 213 പ്രാവശ്യം കാണാം. പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ 99 വാക്യങ്ങളിൽ 99 പ്രാവശ്യം കാണാം. ആകയാൽ കെറൂബുകളും ദൂതന്മാരും ഒന്നല്ല എന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. പോരാ, ഇതും കൂടെ ഒന്ന് വായിച്ചു വേണം മോളെ പോകാൻ. God relation after creation, heaven and earth. ഒന്നുകൂടെ വായിച്ചേ മോളെ, ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. God and cherubim relation after creation, heaven and earth. ഇതെന്താ എഴുതിയതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ വളരെ വ്യക്തമായി ഞാൻ പറയാം. കെറൂബ് എന്ന് പറയുന്നത് സൃഷ്ടിയാണെന്ന് യെഹെസ്കേൽ 28 കാണുന്നു കൃത്യമായിട്ട്. അവൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം സൃഷ്ടിക്കപ്പെട്ടതല്ല, ദൈവം നിത്യനാണ്. അപ്പം സൃഷ്ടിക്കപ്പെടും മുമ്പ് സ്വർഗങ്ങളുണ്ട്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളുണ്ട്. സൃഷ്ടിക്കപ്പെടും മുമ്പ്, കെറൂബ് സൃഷ്ടിക്കപ്പെടും മുമ്പ് സ്വർഗാദി സ്വർഗങ്ങളുണ്ട്. അപ്പം സൃഷ്ടിക്കപ്പെട്ട ശേഷമാണ് ദൈവവും സ്വർഗവും ഭൂമിയുമായി അവന് ബന്ധമുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. സൃഷ്ടി നടന്നതിന് ശേഷം മാത്രമാണ് കെറൂബും ദൈവവും, കെറൂബും ഭൂമിയും, കെറൂബും സ്വർഗങ്ങളുമായി ബന്ധമുള്ളൂ. സൃഷ്ടിക്ക് മുമ്പ് ദൈവവുമായിട്ട് കെറൂബിന് ബന്ധമില്ല എന്ന കാര്യം വളരെ വ്യക്തമായി അറിയണം. എന്നിട്ട് എടുത്തു പറയുകയാണ്, ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് എഴുത്തുകളും ഈ കാര്യത്തിന് വിരോധമായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. വായിച്ചേട്ടെ മോളിത്. God dwells among the 1 Samuel 4 verses 4, 1 Chronicles 30, Isaiah 30. കെറൂബുകളുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. കെറൂബുകളുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, വായിപ്പാൻ ടൈമില്ല. ഇതൊന്ന് വായിച്ചതിന് മോൾ. പ്രൈസ് ഗോഡ്. God Jehovah that sit above the cherubim in heaven and on earth. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. കെറൂബുകളുടെ മധ്യേ, കെറൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായി ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു സ്ലൈഡ് ഒന്ന് വേഗം വായിച്ചു മോളെ പെട്ടെന്ന്. He is not seen in the eternal heaven in his original form before creation. സൃഷ്ടിക്ക് മുമ്പ് പൂർവ്വ നിത്യതയിൽ നിത്യമായ സ്വർഗത്തിൽ അവനെ കാണുന്നില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ്. കെറൂബ് സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ്, അഭിഷക്ത കെറൂബ്. സൃഷ്ടിക്കപ്പെടും മുമ്പ് പൂർവ്വ നിത്യതയിൽ, പ്രീ എറ്റേണിറ്റിയിൽ അവനെ കാണാനേ ഇല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം.
ഇതൊക്കെ സങ്കല്പത്തിലുള്ള പ്രസംഗങ്ങളും സങ്കല്പത്തിലുള്ള വിഷയങ്ങളുമാണ്. തിരുവഴുത്തുമായി പലതും ബന്ധമില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. വായിച്ചാട്ടെ മോളെ ഇത്. He is not seen in the new earth, the new heavens and the eternal heavens after the universe burned. പ്രപഞ്ചം കത്തിയതിനു ശേഷം പുതിയ ഭൂമിയിലും പുതിയ സ്വർഗങ്ങളിലും നിത്യമായ സ്വർഗങ്ങളിലും അവനെ കാണുന്നില്ല. വളരെ വലിയൊരു മർമ്മം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുകയാണ്. സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ അവനെ കാണുന്നില്ല. പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് യെശയ്യാവിൽ തന്നെ 2 സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഭൂമിയും ഇപ്പാണെന്ന യൂണിവേഴ്സും കത്തിക്കരിഞ്ഞു പോയാൽ പിന്നെ കെറൂബുകളെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവനെ കാണാനില്ല. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. അപ്പൊ കെറൂബുകൾ പിന്നീട് വസിക്കുമ്പോൾ അവർക്ക് നിത്യതയുണ്ടോ എന്ന കാര്യം സെറ്ററ്റേണിറ്റിയോട് ബന്ധപ്പെട്ട് പിന്നീട് പഠിക്കാം. നമ്മളിപ്പോൾ പറയുന്നത് അനോയിന്റഡ് ചെറൂബിന്റെ കാര്യമാണ്. അനോയിന്റഡ് ചെറൂബിന്റെ കാര്യം ശ്രദ്ധിക്കുക. അവൻ മുമ്പില്ലായിരുന്നു, പ്രീ എക്സിസ്റ്റൻസിലില്ല, പ്രീ എറ്റേണിറ്റിയിലില്ല, പൂർവ്വ നിത്യതയിലില്ല, പോരാ വരുവാനുള്ള നിത്യതയിലും അവനില്ല. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നിത്യതയിൽ പ്രസന്റ് എറ്റേണിറ്റിയിൽ മാത്രമാണ് അവൻ. പിന്നെ അവന് വരുവാനുള്ള നിത്യതയിൽ എവിടെയാ? നിത്യമായ സ്വർഗാദി സ്വർഗത്തിലില്ല, സൃഷ്ടിക്കപ്പെടുന്ന പുതിയ സ്വർഗങ്ങളിലില്ല. പിന്നെ അവൻ എവിടെയുള്ളത്? കൃത്യമായി ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അവന് പാതാളത്തിൽ 1000 വർഷം ഇടും. 1000 വർഷം കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് അവനെ പിന്നീട് കാണുന്നത് ഒരു യുദ്ധത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ നിത്യമായ നരകത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കണം. അവനെ ആരാധിക്കുന്ന, ബിംബങ്ങളെ വെച്ച് ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്ന പ്രോഗ്രാം എല്ലാം അവൻ്റെ സങ്കല്പമാണ്. ക്രൈസ്തവരിലോ മതങ്ങളിൽപ്പെട്ടവരോ വ്യക്തിപരമായോ ഉറക്കെ പറയട്ടെ, ആരും തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കരുതേ, ഒരു വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. അതിൻ്റെ ഒക്കെ വാക്താവ് അവനാണ്. നവീന മൂർത്തികളെ കൊണ്ടിരുന്ന അവനാണ്. ഇവിടെ പറയേണ്ട വലിയ കാര്യം അതാണ്. ഒരാൾ പോലും അതിന് കീഴ്പ്പെടരുത്. നിശ്ചയമായും വിഗ്രഹങ്ങളെ വിട്ട് പോരാം. നമുക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് വരാം. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ, പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയിലും ഒരുമിച്ച് ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് നിശ്ചയമായും യേശുവിനെ കാണണം. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. അവനോടുകൂടി ഒന്നിച്ച് വസിക്കണം. ഈ ചലനമില്ലാത്ത വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല നിൽക്കേണ്ടത്. ചലനമില്ലാത്ത മരമുട്ടിയുടെ മുമ്പിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ചലനമില്ലാത്ത ഒരു വസ്തുവിൻ്റെ മുമ്പിലുമല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ കരുതിയിട്ടുള്ള, പുതിയ സ്വർഗങ്ങൾ കരുതിയിട്ടുള്ള, പുതിയ ഭൂമി കരുതിയിട്ടുള്ള ജീവിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് മൈക്ക് കർത്താവിൻ്റെ ദാസൻ ഞാൻ കൈമാറുകയാണ്. സ്വർഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.